വെൽക്കം ബാക്ക് ടു ഏഷ്യാസ് ഫ്ലേവേഴ്സ് ചാനൽ. ഞാൻ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. അടുപ്പിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം കുറച്ച് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഞാൻ റൈസ് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാൻ പാടില്ലേ. കനമുള്ളത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന അരി ദാവത്തിൻ്റെ ലോങ് ബസ്മതി റൈസാണ് ഫ്രൈഡ് റൈസിന് എടുത്തിരിക്കുന്നത്. ഈ അരി നല്ലതാണ്, നല്ല സോഫ്റ്റാണ്. ഈ അരി വിട്ട് നിൽക്കും, നമ്മൾ ഒട്ടിപ്പോകില്ല ഈ അരി കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അരി ഊറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടറിലിട്ടതിന് ശേഷം വെളുത്തുള്ളി ഞാൻ എന്ത് ചെയ്തു അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത്. അപ്പോൾ അതിൻ്റെ പച്ച കുത്ത് മാറണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് മെല്ലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കണം കേട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ ഗ്രീൻ ബീൻസ് ഉണ്ടാവില്ല, ഗ്രീൻ കളറിലുള്ള ഫ്രോസൺ, അത് അതിനകത്തേക്ക് ഇട്ട്, പിന്നെ അതുപോലെ തന്നെ ബീൻസ് ഇട്ട്, ക്യാരറ്റ് ഇട്ട് ഒക്കെ ഒരേപോലെ അരിയാണ് കേട്ടോ. അത് നന്നായിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണേ. ഉടയാൻ പാടില്ല കേട്ടോ. വെജിറ്റബിൾസ് ഉടയാണ്ട് വേണേ വെക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് സ്പ്രിങ് ഓണിയോണ്ട് നമ്മൾ ആ വൈറ്റ് ട്യൂബ് ഉണ്ടാവില്ല, അത് അതിനകത്തേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് അത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടോ. സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഫ്രൈഡ് റൈസിന് നല്ല രസം ഉണ്ടാവുള്ളൂ. ഈ ഫ്രൈഡ് റൈസ് നമ്മുടെ സുൽഫത്താത്ത മമ്മൂക്കാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, അവരുടെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ് ഈ ചെമ്മീൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. സുൽഫത്താത്ത ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം അത് ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. ഇട്ടിട്ട് അതിൻ്റെ നല്ല കളർഫുള്ളാണ് അതൊക്കെ പാടിയിട്ട് വരുമ്പോൾ. അതിന് ശേഷം പൊരിച്ച് വെച്ചിരിക്കണം ചെമ്മീൻ ഇതിനകത്തേക്ക്. ചെമ്മീൻ എങ്ങനെ പൊരിച്ച് വെച്ചെങ്കിൽ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ഉപ്പും കുരുമുളക് പൊടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെങ്ങാണ്ട് ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ട് വഴറ്റിയിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ഞാൻ ലോങ് വീഡിയോ ആയി പോകുന്നതുകൊണ്ടാണ് ഞാനത് ഒന്നും കാണിക്കാതിരുന്നത്. എന്നിട്ട് ഇതിനകത്തേക്കിട്ട് നല്ലോണം വഴറ്റിയിട്ട് ആ സത്തൊന്നിങ്ങനെ ഇറങ്ങി വരണം കേട്ടോ. കൂടുതൽ സമയം എടുക്കരുത്. ഒക്കെ ഇത് വഴറ്റാൻ ആകെ 5 മിനിറ്റ്സ് കൊണ്ട് വഴറ്റി തീർക്കണം കേട്ടോ. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ലോങ് റൈസ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് അത് അതിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് സോയാ സോസുമാണ് വെച്ചാൽ എനിക്ക് ഒരുപാട് വെച്ച് ശീലമുള്ളത് കൊണ്ട് എനിക്ക് ടേബിൾ സ്പൂണിൻ്റെ കണക്ക് കയ്യിനറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വെക്കുന്നവർ 1 കിലോനാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സോയാ സോസ് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യണം. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. ഇനി ടൊമാറ്റോ സോസ് നിങ്ങളെടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ മുട്ട നന്നായിട്ട് പൊരിച്ചത് മാറ്റി വെക്കണം. ചൂടോടുകൂടി നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇടുക, കുരുമുളക് പൊടി ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. 2-3 കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ തക്കാളിയും കൂടി നന്നായിട്ട് ബോയിൽ ചെയ്യുക. കുറച്ച് പഞ്ചസാരയിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചാലും ടൊമാറ്റോ സോസ് ആകും കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആ വെജിറ്റബിൾസും ആ ചെമ്മീനൊക്കെ ഇതിനകത്ത് ആഡ് ആവണം. എന്നിട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ മുകൾ ഭാഗം, ഇലയുടെ ഭാഗം നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഇതിനകത്തിട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ഫ്രൈഡ് റൈസിനുള്ളൊരു ആ ടേസ്റ്റും മണമൊക്കെ വരിക. അപ്പോൾ എന്ത് നല്ല മണം വരുന്നത്. നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയും. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട നിങ്ങൾക്ക് നല്ലൊരു ഫ്രൈഡ് റൈസാണ് ഇത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കണം കേട്ടോ. മറക്കരുത് കേട്ടോ. വെറുതെ കണ്ടു വിട്ടാൽ മാത്രം പോരെ, എല്ലാവരും അഭിപ്രായം അത്യാവശ്യമാണ്. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് എത്തിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തിയും പൊടിയൊക്കെ കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ. നമുക്ക് എന്തൊക്കെയാണ് വെജിറ്റബിൾസിൻ്റെ ഓക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കി പറയണേ. ഓക്കെ, ബൈ, താങ്ക് യു.